കോൺഗ്രസ് വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. വൈദ്യുതി ചാർജ് വർധനവിൽ സർക്കാരിനെതിരെ ജനരോഷം ശക്തമെന്ന ജോഷി ഫിലിപ്പ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കേണ്ട കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ സർക്കാർ എടുത്ത തീരുമാനമാണ് ചാർജ് വർധനവിന് ഇടയാക്കിയതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് KPCC നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അന്യായമായ വിധത്തിലുള്ള വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരളത്തിൽ കോൺഗ്രസ് വലിയ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അനീതിക്കെതിരെ ഒന്നാം ഘട്ടമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നമ്മൾ പന്തംകുളത്തിൽ പ്രകടനം നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർത്തുകയുണ്ടായി. രണ്ടാം ഘട്ടമായിട്ട് നടക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ വൈദ്യുതി ഓഫീസ് മാർച്ചും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലാ വൈദ്യുതി ഭവനിലേക്ക് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചും ഈ പ്രതിഷേധ ധർണയും ഒക്കെ ഇവിടെ നടത്തുന്നത്. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈദ്യുതി ഭവന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ കാലത്ത് ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിനെ കോടികളുടെ കടക്കണിയിലാക്കിയത് LDF ഗവൺമെന്റാണ്. വൻ അഴിമതിയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്നതെന്നും വൈദ്യുതി വാങ്ങാൻ UDF സർക്കാർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി പുതിയ ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയതിന് പിന്നിൽ ചിലരുടെ വൻ സാമ്പത്തിക താൽപര്യങ്ങളാണ്. ഇതേപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ് അധ്യക്ഷത വഹിച്ചു. UDF പാലാ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചുള്ളാനി, രാജൻ കുലമ്പറമ്പിൽ, ഷോജി ഗോപി, സാബു എബ്രാഹിം, പയസ് മണി, രാജു കുക്കപ്പുഴ, തോമസുട്ടി നെച്ചിക്കാട്, KJ ദേവസ്യ, ബിപിൻ രാജ്, പ്രദീപ് പ്ലാച്ചേരി, പ്രിൻസ് VC, രാഹുൽ PN, ഹരിദാസ് അർമിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ.